വീട്ടമ്മയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ CPM മുൻ കുമ്പള ഏരിയ സെക്രട്ടറിയായ കാട്ടുകുക്കയിലെ സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് CPM കുമ്പള ഏരിയ കമ്മിറ്റിയിലെ 3 നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പ്രധാനപ്പെട്ട നേതാവിനെതിരെ ലൈംഗിക പരാതി ഉയർന്നത് പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത്. CPM മുൻ കുമ്പള ഏരിയ സെക്രട്ടറി സുധാകരനെതിരെ പാർട്ടി പ്രവർത്തകയും ഭർതൃമതിയുമായ 45-കാരിയായ വീട്ടമ്മയാണ് ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്തെത്തിയത്. ക്ലിപ്പിംഗ് ഉൾപ്പെടെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തിയതായും പരാതിയിൽ പറയുന്നു. തന്നെ മാത്രമല്ല തൻ്റെ കുടുംബത്തെയും ഇയാൾ ഭീഷണിപ്പെടുത്തി വരികയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ CPM നേതാക്കൾ ഇടപെട്ടതിനാൽ കേസെടുക്കുവാനോ അന്വേഷണം ആരംഭിക്കുവാനോ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. കുമ്പളയ്ക്ക് സമീപത്തെ പഞ്ചായത്തിൽ പുതുതായി CPM ടിക്കറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്കെതിരായ പരാതിയായതിനാലാണ് നടപടി വൈകുന്നതെന്നും വീട്ടമ്മ ചൂണ്ടിക്കാട്ടുന്നു. സർ, ഞാൻ സുധാകര മാഷ വിഷയത്തിൽ ഒരു DGPക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ എനിക്ക് ജീവിക്കാനാകുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞെങ്കിൽ ഫൈനലായിട്ട് ഞാൻ എന്തായാലും ചെയ്തിട്ട് ഞാൻ മരിക്കുമെന്ന് പറയുന്ന ഒരു ഇതിലുണ്ട്. അത് ഞങ്ങൾ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഈ നിങ്ങളെ വിളിച്ചത്, നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് പറയണം, എൻ്റെ പോലെ കുറേ പെണ്ണുങ്ങളെ ലൈഫ് ബെടക്കായി കൊണ്ടുണ്ടു. ഇനിയും ബെടക്കായി പോകുന്നു വേണ്ട. എല്ലാം വിട്ടിട്ട് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരെ ഫോട്ടോ സമയത്ത് അയാളെ കൂടെ ഉള്ളത് കാണിച്ചിനി. പിന്നെ വൈഫിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചിനി. 95-ന് അയാളെ എനിക്ക് കോണ്ടാക്ട് ആയത്. ഇപ്പം സാറ് ഞാൻ ഈ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ശേഷം എനിക്ക് ഒരു മറുപടി അങ്ങനത്തെ എനിക്ക് കിട്ടില്ല. പോലീസ് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പോലീസ് എങ്ങനെ പറഞ്ഞെങ്കിൽ എൻ്റെ അണ്ടറിലുണ്ട് പറഞ്ഞു. പോലീസ് എല്ലാം എൻ്റെ കൈവശമുണ്ട് പറഞ്ഞു. അതേപോലെ പോലീസ് എന്നെ വിളിച്ചിട്ട് 2 പ്രാവശ്യം പോലീസ് എഴുതിയെടുത്തു. പക്ഷെ അവനെ വിളിച്ചിട്ട് ഒന്നും ചെയ്തിനോ ഇല്ല, ചോദിച്ചിനോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതുവരെ എനിക്ക് പോലീസ് അതിൻ്റെ ഒരു ഉത്തരം തന്നില്ല. അതിൻ്റെ പിന്നെ ഇപ്പം ഞാൻ DGPക്ക് എല്ലാ കാര്യങ്ങൾ വീഡിയോസ് എല്ലാം അയച്ചിട്ടുണ്ട്. സഹിക്കാൻ പറ്റാതെ പറഞ്ഞെങ്കിൽ മിഞ്ഞാൻ എനിക്ക് 27-ന് ഞാൻ ലോൺ അടക്കാൻ പോകുന്ന സമയത്ത് റോഡിൽ വെച്ചിട്ട് ആളയച്ചിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് സുധാകര മാസ്റ്റർ പറഞ്ഞ പോലെ നീ കേൾക്കണം, ഇല്ലെങ്കിൽ അവർക്കിപ്പോൾ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ അവരെ വിഷയം അറിവല്ലേ നിനക്ക്, അവർ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് കൊല്ലൂന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു സാർ. അതിൻ്റെ പിന്നെ ഇപ്പോൾ എനിക്ക് വേറെ ഭയമില്ലാത്ത കൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചതിപ്പോൾ. അതിനുശേഷം ഞങ്ങൾ നല്ലതിൽ ജീവിച്ചോണ്ടുണ്ടായി. ആ സമയത്ത് ജബ്ബർ കൊലയായി. ഇവരെ കല്യാണം കഴിക്കുന്ന എൻ്റെ മുമ്പത്തെ ഹസ്ബൻഡ് പോയ സമയത്ത് കുറച്ച് സമയമാകുമ്പോൾ ജബ്ബർ കൊല കേസിൽ സുധാകര മാസ്റ്റർ ഉള്ളിൽ പോയിട്ട് കൊല കേസിൽ. അപ്പോൾ ഉള്ളിൽ പോയ ശേഷം ഞാൻ കുറച്ച് സമാധാനത്തിൽ ജീവിച്ചോണ്ടുണ്ടായി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കോളാക്കിയിട്ട് എന്നെ പേടിപ്പിച്ച്, നിനക്ക് ഞാൻ ആരെന്ന് അറിയുക, അപ്പോൾ ഞാൻ അറിയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെന്ന് അറിയല്ലേ, ഞാൻ പുറത്തിറങ്ങുന്നുണ്ട്, ഞാൻ നിനക്ക് പഠിപ്പിക്കാം, ഞാൻ വരുന്ന് പുറത്തിറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് പഠിപ്പിക്കാം, ആരെന്ന് അറിയല്ലേ പറഞ്ഞിട്ട് പേടിപ്പിച്ചു എന്നെ. അതിന് ശേഷം അയാൾ പുറത്ത് വന്ന ശേഷം ഒരു ഉപദ്രവം ഇല്ല. കുറച്ച് ദിവസം എന്നോട് സംസാരിച്ചതൊന്നുമില്ല. 2000-ൽ എൻ്റെ അമ്മ മരിച്ച ശേഷം ഞാൻ വീട്ടിലെ ഒറ്റക്കായി. എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി പോകുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് ഒറ്റക്ക് എന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. പിള്ളേർ വീട്ടിലില്ല, പിള്ളേർ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് എന്നെ വിളിക്കാൻ തുടങ്ങി. സംഭവം വലിയ വിവാദത്തിന് തിരികൊളുത്തിയതോടെ പരാതിയിൽ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി CPM കുമ്പള ഏരിയ കമ്മിറ്റിയിലെ 3 നേതാക്കളെ ചുമതലപ്പെടുത്തിയതായാണ് വിവരം. കുമ്പള ഇച്ചിലങ്കോട് LP സ്കൂൾ അധ്യാപകനാണ് സുധാകരൻ. നിലവിൽ എൺമകജെ പഞ്ചായത്ത് മെമ്പറുമാണ്.
പാർട്ടിയുടെ പ്രധാന പദവി വഹിച്ചിരുന്നയാളായതിനാലും മുതിർന്ന നേതാവായതിനാലും ജനപ്രതിനിധിയായതിനാലും സുധാകരനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗികാതിക്രമ പരാതി പാർട്ടി ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കൂടി പ്രധാന നേതാവിനെതിരെ ലൈംഗിക ആരോപണമുയർന്നത് പാർട്ടിക്ക് ക്ഷീണം നൽകുന്നതാണ്. വിഷയത്തിൽ പാർട്ടി തലത്തിലെ അന്വേഷണത്തിന് ശേഷം പരസ്യ പ്രതികരണം നടത്തുവാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.